KSRTC സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി പത്തനംതിട്ട തണ്ണിത്തോട് നിവാസികൾ 5 വർഷങ്ങൾക്ക് മുൻപ് നിലച്ച സർവീസ് വീണ്ടും തുടങ്ങാനുള്ള തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. യാത്രാ ദുരിതം പേറി പരാതികൾ പറഞ്ഞു മടുത്ത ജനത ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഇതിലെ ഒരു KSRTC ബസ് സർവീസ് നടത്തിയിട്ട് കാടും മലയും താണ്ടിയെത്തുമെന്ന് പറയുന്ന ആനവണ്ടി പക്ഷേ ഇവിടേക്ക് വരില്ല. ഇത് അബുദേവ് PSC റാങ്ക് ഹോൾഡറാണ്. കോൺസ്റ്റബിൾ ടെസ്റ്റ് പാസ്സായ പരീക്ഷ അബുദേവ് എഴുതിയത് ഏറെ പണിപ്പെട്ടാണ്. പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായി രാവിലെ ബസ് കിട്ടിയില്ല. പിന്നീട് ടാക്സി വിളിക്കേണ്ടി വന്നു പത്തനംതിട്ട ടൗണിലേക്ക് പോകാൻ. അബുദേവ് പറയുന്നത് എങ്ങനെയെങ്കിലും KSRTC സർവീസ് പുനരാരംഭിക്കണം എന്നാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ നേരത്തെ ഒരു 5:15 ഒരു തിരുവനന്തപുരം ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തിരുവനന്തപുരം സെൻറ്റർ വെച്ചാണ് എക്സാം അപ്ലൈ ചെയ്തത്. പക്ഷേ അന്ന് ഇവിടെ നിന്ന് ബസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പത്തനംതിട്ട വരെ 650-700 രൂപയാണെന്ന് തോന്നുന്നു ഓട്ടോയ്ക്കാണ് പോയത്. ഓട്ടോയ്ക്ക് പോയ ശേഷം അവിടെ നിന്ന് ബസ് വിളിച്ചാണ് പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോയത്. ഇപ്പോൾ പലർക്കും ഇതുപോലെ ബുദ്ധിമുട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് അനുഭവിച്ച് വരുന്നുണ്ട്. കാരണം നമ്മളൊരു ഗ്രാമപ്രദേശമല്ല, ഇപ്പോൾ ഇവിടെ നിന്ന് ബസ്സുകൾ അധികം രാവിലെ ഇല്ല. അപ്പോൾ ഇത് KSRTC വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എല്ലാവർക്കും, എല്ലാ യുവജനങ്ങൾക്കും. ശശികല ചേച്ചിക്ക് പുലർച്ചെ അമൃത ആശുപത്രിയിൽ പോകാനും ബസ് കിട്ടിയില്ല. ആശുപത്രി ചെലവിന് സ്വരുക്കൂട്ടിയതിൽ നിന്നും 700 രൂപയാണ് ഓട്ടോറിക്ഷ കൂലിക്കായി മാറ്റിയത്. വിദ്യാർത്ഥികൾ മുതൽ രോഗികൾ വരെയുള്ള നാട്ടുകാർ ബസ് സർവീസ് ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ബസ് സർവീസ് പുനരാരംഭിക്കാൻ ഒറ്റക്കെട്ടായി തണ്ണിത്തോട്ടിലെ ജനങ്ങൾ ഉണ്ടാകുമെന്നാണ് ശശികല ചേച്ചിയും പറയുന്നത്. ഞാൻ നേരത്തെ അമൃത ഹോസ്പിറ്റലിൽ പോകുന്നായിരുന്നു. വെളുപ്പിനെ 5 മണിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ബസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് KSRTC ബസ് കിട്ടിയേ പറ്റൂ. ഓട്ടോയൊക്കെ ഭയങ്കര ചാർജാണ്. നമുക്ക് പ്രൈവറ്റിനായാലും ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പ്രൈവറ്റ് ബസ് ചിലപ്പം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടിയവരുണ്ട്, പിന്നെ എറണാകുളത്ത് പോകേണ്ടി, അങ്ങനെ ഓരോ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് മറ്റേ ഗുരുവായൂർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിനല്ലേ ഞങ്ങൾ പോകുന്നതെല്ലാം. ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വന്നേ പറ്റൂ. അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഞങ്ങളെല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. രാത്രി ഏറെ വൈകിയാൽ ഓട്ടോയും ടാക്സിയും ഒന്നും കിട്ടാറില്ല. രാത്രിയിലെ വന്യമൃഗശല്യമാണ് കാരണം. ബഹുഭൂരിപക്ഷവും കൂലിപ്പണിക്കാരാണ് ഇവിടെയുള്ളത്. ദിവസേന കിട്ടുന്ന 700-800 രൂപ തന്നെയാകും പത്തനംതിട്ടയിലേക്ക് എത്താൻ ഓട്ടോറിക്ഷയ്ക്കും. ഈ യാത്രാ ദുരിതം അവസാനിക്കാൻ വേണ്ടി സമരത്തിലേക്ക് കടക്കുകയാണ് തണ്ണിത്തോട് നിവാസികൾ. പിള്ളേരെ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 800 രൂപയാവും ഓട്ടോയ്ക്ക് പോവാണെങ്കിൽ. രാത്രി ഇവിടെ വഴിയിലെല്ലാം ആനയാണ്, പിന്നെ ആണെങ്കിൽ കേഴ ചാടും, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എപ്പോൾ പോയാലും രാത്രിയിൽ ഇങ്ങനെ മൃഗങ്ങളുണ്ട് അവിടെ. ബസ് സർവീസ് അനുവദിക്കാൻ സർക്കാർ ഒരുക്കമാണെന്നും ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ് സർവീസ് ആരംഭിക്കാതിരിക്കാനുള്ള കാരണമെന്നും സമരസമിതി പ്രതിനിധി ജയകൃഷ്ണൻ തണ്ണിത്തോട് പറഞ്ഞു. സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തണ്ണിത്തോടെന്ന് പറയുന്ന ഗ്രാമം ഏതാണ്ട് 17 കിലോമീറ്റർ വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത് KSRTC സർവീസാണ്. എന്നാൽ 2018 ശേഷം KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ സംഘടനകൾ, സമുദായ സംഘടനകൾ എല്ലാം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നാളിതുവരെയായി KSRTC അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ സമരസമിതി എന്ന നിലയ്ക്ക് ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് പെടുത്തി. ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത 4 ദിവസത്തിനുള്ളിൽ KSRTC സർവീസ് ഇവിടെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 ദിവസത്തിനുള്ളിൽ KSRTC സർവീസ് ആരംഭിച്ചില്ലെങ്കിൽ തുടർന്ന് വലിയ പ്രക്ഷോഭമായിട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ ആലോചന. തണ്ണിത്തോടുകാർക്ക് KSRTC ബസ് എന്നാൽ ഈ കളിപ്പാട്ട വണ്ടിയാണ്. വർഷങ്ങളായുള്ള ഇവരുടെ യാത്രാ ദുരിതത്തിന് അറുതി വരണമെങ്കിൽ അധികൃതർ ഇനിയെങ്കിലും കനിയണം. നിലവിൽ കേരളത്തിലെ KSRTC ബസ് സർവീസ് ഇല്ലാത്ത ഏക പഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ അഫ്സൽ രാജിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.